അപ്പം എന്റെ മുൻപാടസിനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചേ ഇന്ന് ഞാനിങ്ങനെ ഇരിക്കുന്നൊരു സമയം അപ്പൊ നിങ്ങളോട് സംസാരിച്ചിട്ട് കുറേ നാളായി. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് സംസാരിക്കാം. അപ്പം മുൻപാടസ് സ്റ്റാർട്ട് ചെയ്തത് 2017 ലാസ്റ്റ് 2018 കാലഘട്ടങ്ങളിലാണ്. മൂൺ ഗോഡസ് ബൊട്ടിക് ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് മൂൺ ഗോഡസിന്റെ ഓണർ വന്നിട്ട് ഇട്ട ഒരു വീഡിയോയുടെ ഭാഗങ്ങളാണ് നമ്മളിപ്പോ ഈ കേൾക്കുന്നത്. ഇപ്പം ഈ സാധനങ്ങൾ അവരുടെ ചാനലിൽ ഇല്ല, കാരണം അവരത് മുക്കിയിട്ടുണ്ട്. ന്യായീകരിക്കാൻ വന്നിട്ട് ഇപ്പൊ ന്യായീകരണം മാറി വേറെ എന്തൊക്കെയോ ആയി എന്ന് അവർക്ക് തന്നെ തോന്നിക്കാണും. അല്ലെങ്കിൽ പിന്നെ അത് മുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം, 1 വർഷം, 1.5 വർഷം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവരുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇവരുടെ കസ്റ്റമർ കെയറിലേക്ക് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഇവര് പെരുമാറുന്ന ഒരു രീതിയുണ്ട്. എന്തോ ഔദാര്യം കാത്തിട്ട് നമ്മളെ വിളിക്കുന്നത് പോലെ. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അതിന്റെ ഫർദർ ഇൻഫർമേഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വിളിക്കുന്നത്. ഇവരതെടുക്കുന്നത് എന്തോ നമ്മളെന്തോ പിച്ച ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നത് പോലെയാ. അങ്ങനെ ഉള്ള കസ്റ്റമർ കെയറിന്റെ ബിഹേവിയർ കാരണമാണ് ഒരു ലേഡി കൊണ്ടുപോയി കേസ് കൊടുത്തതും അവർക്കിപ്പൊ നഷ്ടപരിഹാരം കിട്ടിയതും. അപ്പോ ദാണ്ടെ ഓണർ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് പൊങ്ങി വന്നു. ഇപ്പൊ എന്തു പറ്റി? ആ വീഡിയോ അവരങ്ങ് മുക്കി. ഇതിന്റെ ബാക്കി നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ അത് പറയാനും മറക്കരുത്. മുൻകോടസിനെ എല്ലാവരും അറിയുന്നത് 2020 കോവിഡിന്റെ സമയത്താണ്. അപ്പൊ അത് മുതൽ ഇന്നേ വരെ മുൻകോടസിനെ സ്നേഹിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഒത്തിരി നന്ദി. മുൻകോടസ് ഒരിക്കലും ഏറ്റവും വലിയ ബ്രാൻഡ് ആകാനൊന്നും ശ്രമിച്ചിട്ടില്ല. ആ സമയത്ത് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും റേറ്റ് കുറവില് ഏറ്റവും നല്ല ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്. അതിന് തക്കതായ കാരണങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആ തീരുമാനത്തിന് ഒത്തിരി പേര് നമ്മള് സ്നേഹത്തോടെ കൂടെ കൂട്ടി ഒത്തിരി പേര് വിമർശിച്ചു. ആ വിമർശിച്ചതിൽ കുറെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു, കുറെയൊക്കെ വൈറൽ ആവാൻ വേണ്ടിയിട്ട് ചെയ്തതുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടില്ല എന്നാ വിട, അത് മൈൻഡാക്കാൻ പോവാറില്ല. പക്ഷെ അതൊക്കെ മൈൻഡ് ആക്കണമായിരുന്നെന്നും എല്ലാത്തിൻ്റെയും പിന്നാലെ പോയി അതിന് മറുപടി കൊടുക്കണമെന്നുള്ളതും ഞാൻ അത്രയ്ക്ക് അതിനന്ന് എടുത്തില്ല. പിന്നെ ഒരു കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സംസാരത്തിന്റെ ഇടയിൽ കേട്ട കാര്യമാണ്. അതായത് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വീഡിയോ വൈറൽ ആവാനായിട്ട് മുൻകോടസിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങി അതിന്റെ വീഡിയോ ചെയ്താൽ മതി, വെറുതെ ഒരു വീഡിയോ ചെയ്താൽ മതി. അത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല, പക്ഷെ ശരിയായിരിക്കും. നിങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വൈറൽ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ സർവീസ്. ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കസ്റ്റമറിന് കിട്ടുന്ന സമയമുണ്ടല്ലോ. അവര് കല്യാണത്തിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അടിയന്തരത്തിനായിരിക്കും അവർക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുന്നത്. 90 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം, 3.5 മാസം പോട്ടെ. പക്ഷേ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു വ്യക്തിക്ക് കിട്ടുന്നത് എപ്പോഴാ? 8 മാസം, 1 വർഷം, 1.5 വർഷം. അപ്പൊ പിന്നെ നിങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വൈറൽ ആവാതിരിക്കത്തില്ല. കാരണം അത്രേ ആൾക്കാർക്ക് അതിന്റെ ഇടയിൽ വന്നിട്ട് കമന്റ് പറയാനുണ്ടാവും, കംപ്ലൈന്റ് പറയാനുണ്ടാവും. സ്വാഭാവികം. മനസ്സിലായി മുൻകോടസിന്റെ പേര് എന്ന് പറയുന്നത് ആളുകള് ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത്. പിന്നെ ഇപ്പോഴും എന്താ പറയാ, ഇപ്പോ ഒരു സമയത്ത്, ഇപ്പൊ 2024 സമയത്ത് എന്റെ മകന് വന്ന ഒരു പ്രശ്നം, അതായത് ഹെഡ് ഇഞ്ചുറി, അതുപോലെ 2024 ലാസ്റ്റില് എൻ്റെ അമ്മയ്ക്ക് വൈകാരിക വന്നതും 2025 കൂടി അവരുടെ മരണവും, ഈ 2 തലം എന്റെ ശ്രദ്ധ ഒന്ന് മാറ്റിയപ്പോ എന്താ പറയാ, നമ്മുടെ സിസ്റ്റത്തില്, മാനേജ്മെന്റില് ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചു. നമ്മുടെ ഫാക്ടറിയിൽ ഒരു പ്രോബ്ലം സംഭവിച്ചു. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടത് കസ്റ്റമേഴ്സ് ആണ്. അപ്പോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഈ സാഹചര്യങ്ങൾ കൊണ്ട് കസ്റ്റമേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾ എന്തുവാണ് ചെയ്യേണ്ടത്? മാന്യമായിട്ട് ഒരു കസ്റ്റമറിന്റെ അടുത്ത് സംസാരിക്കണോ, അതോ നിങ്ങളുടെ കസ്റ്റമർ കെയറിലുള്ള ആ ലേഡി സംസാരിക്കുന്നത് പോലെ നമ്മൾ എന്തോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഔദാര്യം മേടിക്കാൻ വേണ്ടിയിട്ട്
നിക്കുന്നത് പോലെ അരഗണ്ടായിട്ട് സംസാരിക്കണോ? മിസ്റ്റേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നാണ്. അപ്പോ അത് ഉൾക്കൊണ്ടിട്ട് ആ രീതിയിൽ പെരുമാറേണ്ടത് നിങ്ങളുടെ കസ്റ്റമർ കെയർ ആണ്. ആ ലേഡിയുടെ സംസാരം കേട്ടിട്ട് എന്റെ മുന്നിൽ എങ്ങാണ്ട് നിന്ന് വന്ന് അവര് സംസാരിച്ചെങ്കിൽ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചനെ. അമ്മാതിരി രീതിയിലാണ് അവർ സംസാരിച്ചത്. ആ സംസാരത്തിന്റെ പേരിലാണ് ആ കസ്റ്റമർ കൊണ്ടുപോയി കേസ് കൊടുത്തതും അവർക്ക് ഇപ്പൊ നഷ്ടപരിഹാരം കിട്ടാനുള്ള സാഹചര്യം വന്നെത്തിയതും. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറയുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ, അതായത് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് നൽകാൻ പറ്റുന്നില്ല, അപ്പോ എന്താ ചെയ്യണ്ടേ? ആ പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. നിങ്ങൾ ആർക്കെങ്കിലൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സ് തന്നെ വന്ന് നോക്കിയാൽ മതി. അതിലുണ്ടാവും ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തോ ചെയ്യും? ഓൺ ദ സ്പോട്ടിൽ പോയിട്ട് ആ കമന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യും. അതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അതോ നിങ്ങൾ ഒന്നുകിൽ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുകയാണോ, അതോ അതിന്റെ പൈസ തിരിച്ചു കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ അത് നിങ്ങൾ ചെയ്യണം. അതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് വന്നിരുന്ന് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുക. അതായത് അതിൽ മുൻകൂടി തുടങ്ങുമ്പോൾ എന്റെ വിഷൻ എന്തായിരുന്നോ, അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രസ് കസ്റ്റമറിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. വില കൂട്ടി വെച്ചിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ വില കൂട്ടി ഒരു 600-700% ഒക്കെ ലാഭം ഇട്ട് വെക്കുന്നതും സത്യം പറഞ്ഞാൽ ഈസിയാണ്. ഒരു ദിവസം ഒരു പ്രൊഡക്റ്റ് പോയാൽ മതി. പക്ഷെ എന്താ പറയാ, അത്രയും റേറ്റ് കുറവില്ല, അത്രയും റിസ്ക് എടുത്ത് അത് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കേട്ടിട്ടും ഇത്രയും വിലക്കുറവിന് കൊടുക്കുന്നതുകൊണ്ട് ഇത്രയും ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചേക്കണേ. നിങ്ങള് നല്ല പ്രൊഡക്റ്റ് കൊടുക്കുന്നു, വിലക്കുറവിൽ കൊടുക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, സമ്മതിക്കാം. പക്ഷേ അടുത്ത മാസം ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചതിന് ശേഷമല്ല അവർക്ക് ആ പ്രൊഡക്റ്റ് കിട്ടേണ്ടത്. നമ്മൾ എന്ത് ഫംഗ്ഷൻ ആണോ അത് ഓർഡർ ചെയ്യുന്നത്, ആ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ സാധനം കിട്ടേണ്ടത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള പല കസ്റ്റമറും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു സാധനത്തിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനത്തിന് മുമ്പ് ആ പ്രൊഡക്റ്റ് കിട്ടത്തില്ല. 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 8 മാസവും 1.5 വർഷമൊക്കെ ആണെന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് 90 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടും എന്ന് പറഞ്ഞ് പ്രൊഡക്റ്റ് മേടിച്ച ആൾക്കാർക്ക് 6 മാസവും 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പൊ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ, നാട്ടുകാരുടെ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്നിക്കൽ നിങ്ങൾ കൃത്യസമയത്ത് പ്രൊഡക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഓർഡർ എടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തുക. എന്നിട്ട് ഇപ്പൊ പെൻഡിങ്ങിലുള്ളത് മാത്രം നിങ്ങൾ അങ്ങ് കൊടുക്കുക. നിങ്ങൾ അതും ചെയ്യത്തില്ല, നിങ്ങൾ ഓർഡറും എടുക്കും, പെൻഡിങ് ഉള്ളത് കൊടുക്കത്തുമില്ല. പിന്നെ ആൾക്കാരെങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കും? ഒന്നിക്ക് നിങ്ങൾ പെൻഡിങ് ഉള്ളത് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഈ പെൻഡിങ്ങിലുള്ള ആൾക്കാരുടെ അടച്ച പൈസ തിരിച്ചു കൊടുക്കുക. ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. എന്നിട്ട് വന്നിരുന്ന് ഇങ്ങനെ എക്സ്ക്യൂസ് പറയുക. കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. ശരി എന്നാ.